ഹലോ ഫ്രണ്ട്സ്, 2019 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, റൈറ്റ് ദ ഫസ്റ്റ് ഇന്റീജർ ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 1/7, 2/7, 3/7 എക്സെട്ര. 1/7, 2/7, 3/7 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പൂർണ്ണസംഖ്യാ പദം ഏതാണ്? ഈ ചോദ്യം ആൻസർ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇന്റീജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യ എന്നറിയണം. ഓക്കെ, നമുക്കറിയാം 1, 2, 3, 4, 5 എക്സെട്ര. ഇങ്ങനെ എണ്ണാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സിനെ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്നാണ് പറയുക. ഇനി ഒന്നിന്റെ പിന്നിലായിട്ട് ഒരു 0 കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ എന്നാണ് പറയുക. ഇനി ഈ 0ത്തിന്റെ പിന്നിലായിട്ട് ന്യൂനസംഖ്യകൾ അഥവാ നെഗറ്റീവ് നമ്പേഴ്സ് ആയ -1, -2, -3, -4 എക്സെട്ര ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹോൾ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റീജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ. നമ്പർ ഗ്രൂപ്പ്സിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കാം. അപ്പൊ എന്താണ് ഇന്റീജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ എന്ന് ക്ലിയർ ആയില്ലേ? നെഗറ്റീവ് നമ്പേഴ്സും 0ഉം പോസിറ്റീവ് നമ്പേഴ്സും ചേർന്നതാണ് ഇന്റീജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 1/7, 2/7, 3/7 എക്സെട്ര. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. ഇനി ഇതിലെ ആദ്യത്തെ ഇന്റീജർ അഥവാ പൂർണ്ണസംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഫ്രാക്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് 3/7 കഴിഞ്ഞാൽ ഏതായിരിക്കും? 4/7. അത് കഴിഞ്ഞാൽ 5/7. അത് കഴിഞ്ഞാൽ 6/7. അത് കഴിഞ്ഞാൽ 7/7. 7/7 എന്ന് പറയുന്നത് എന്താണ്? 1 അല്ലേ? 7 ഹരിക്കണം 7 എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ ഇന്റീജർ അഥവാ പൂർണ്ണസംഖ്യ ഏതാണ്? 1 ആണ്. അപ്പോൾ ആൻസർ എന്താണ്? 1 എന്നാണ് ആൻസർ. ഫസ്റ്റ് ഇന്റീജർ അഥവാ ആദ്യത്തെ പൂർണ്ണസംഖ്യ 1 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്? ഈ ശ്രേണിയിലെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക എന്ത്? അതായത് ഇവിടെ നമുക്ക് 1, 2, 3, 4, 5, 6, 7 ഇത്രയുമാണ് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ 7 പദങ്ങൾ, ആദ്യത്തെ 7 പദങ്ങൾ. ഇവയുടെ സം അഥവാ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് സം ഈക്വൽ ടു 1/7 പ്ലസ് 2/7 പ്ലസ് 3/7 പ്ലസ് 4/7 പ്ലസ് 5/7 പ്ലസ് 6/7 പ്ലസ് 7/7. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ എല്ലാം ഡിനോമിനേറ്റേഴ്സ് അഥവാ അടിയിലുള്ള നമ്പേഴ്സ് എന്താണ്? 7 ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അതായത് 1ഉം 2ഉം കൂട്ടിയാൽ എത്രയാ? 3. 3ഉം 3ഉം കൂട്ടിയാൽ 6. 6ഉം 4ഉം കൂട്ടിയാൽ 10. 10ഉം 5ഉം കൂട്ടിയാൽ 15. 15ലൂടെ 6 കൂട്ടിയാൽ 21. 21ലൂടെ 7 കൂട്ടിയാൽ 28. ഹരിക്കണം 7. 28 ഹരിക്കണം 7 എത്രയാണ്? 4. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 7 പദങ്ങൾ കൂട്ടിയാൽ എത്രയാണ് ഉത്തരം? 4 ആണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. What is the remainder on dividing the terms of the arithmetic sequence 100, 107, 114 etc. by 7? 100, 107, 114 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളെ 7 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എന്ത്? അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ അവിടെ ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ടേംസ് അഥവാ പദങ്ങളെ അതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ നമ്പർ കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ഏതാണ്? 100, 107, 114 എക്സെട്ര. ആദ്യം തന്നെ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചാൽ മതി. അതായത് 107 - 100. 107ൽ നിന്നും 100 പോയാൽ എത്രയാണ്? 7.
അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 7 അതായത് നമ്മുടെ തിയറി പ്രകാരം ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും അഥവാ ഏതൊരു പദത്തെയും 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടങ്ങൾ അഥവാ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആ റിമൈൻഡർ, ആ ശിഷ്ടം കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുന്നു. നമുക്ക് ഫസ്റ്റ് നമ്പർ തന്നെ എടുക്കാം, 100. 100നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ കണ്ടുപിടിച്ചാൽ എന്തായി? ഉത്തരമായി. 1ൽ 7 ഉണ്ടോ? ഇല്ല. 10ൽ എത്ര 7 ഉണ്ട്? 1. 1 ഗുണിക്കണം 7 7. 10ൽ നിന്നും 7 പോയാൽ എത്രയാ? 3. 0 ഇറക്കി എഴുതി. 30ൽ എത്ര 7 ഉണ്ട്? 4. 4 ഗുണിക്കണം 7 28. 30ൽ നിന്നും 28 പോയാൽ 2. അതായത് 100നെ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ്? 2. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഏതൊരു ടേമിനെയും 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം 2 ആയിരിക്കും. ഡിവിഷൻ അഥവാ ഹരണം അറിയാത്തവർക്കായി അതിന്റെ ബേസിക്സ് മുതൽ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കാം. അടുത്ത ചോദ്യം, write the sequence of all 3-digit numbers which leaves remainder 3 on division by 7. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന 3 അക്ക സംഖ്യകളുടെ ശ്രേണി എഴുതുക. എന്താണ് 3-digit നമ്പേഴ്സ് അഥവാ 3 അക്ക സംഖ്യകൾ എന്ന് പറയുന്നത്? 99 വരെ 2 അക്ക സംഖ്യകളാണ്. 99 കഴിഞ്ഞാൽ 100, 101, 102, 103, 104, 105, 106, 107, 108, 109 എക്സെട്ര. ഇത് മുതൽ 999 വരെയാണ് 3 അക്ക സംഖ്യകൾ അഥവാ 3-digit നമ്പേഴ്സ് ഉള്ളത്. ഇതിന്റെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ പ്രത്യേകത എന്താണ്? ഈ ഓരോ നമ്പേഴ്സിലെയും അതായത് ആ അരിത്മെറ്റിക് സീക്വൻസിലെ ഓരോ നമ്പേഴ്സിനെയും 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം 3 ആയിരിക്കണം കിട്ടേണ്ടത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 100, 101, 102, 103 ഈ ഒരു 3-digit നമ്പർ അഥവാ 3 അക്ക സംഖ്യയുടെ ഗ്രൂപ്പുകളിൽ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 3 റിമൈൻഡർ അഥവാ ശിഷ്ടം കിട്ടുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ നമ്മൾ ആദ്യം തന്നെ 100നെ 7 കൊണ്ട് ഹരിച്ച സമയത്ത് നമുക്ക് ശിഷ്ടം കിട്ടിയിട്ടുണ്ട് 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ നമ്പേഴ്സിന്റെ മുകളിലായി ചെറുതായിട്ട് എന്ത് ചെയ്യാം? ഓരോ നമ്പറിനെയും 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡേഴ്സ് എഴുതാം. അപ്പൊ 100നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ശിഷ്ടം 2. അപ്പൊ നമ്മൾ ഇവിടെ 2 എഴുതി. ഇനി 101നെ 7 കൊണ്ട് ഹരിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓരോ സംഖ്യയും എടുത്ത് 7 കൊണ്ട് ഹരിച്ച് റിമൈൻഡർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇവിടെ 2 അല്ലേ? അപ്പൊ നെക്സ്റ്റ് നമ്പർ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുക 3 ആയിരിക്കും. അതിന്റെ നെക്സ്റ്റ് നമ്പർ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4 ആയിരിക്കും. അത് കഴിഞ്ഞാൽ 5, അത് കഴിഞ്ഞാൽ 6, പിന്നീട് 7 തന്നെയല്ലേ വരിക? 7 കൊണ്ടാണ് ഈ നമ്പേഴ്സിനെ നമ്മൾ ഹരിക്കുന്നത്. ആ സമയത്തുള്ള റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 6 കഴിഞ്ഞ് 7 വരുന്ന സ്ഥാനത്ത് നമ്മൾ 0 എന്നിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും 1 മുതൽ തുടങ്ങണം. 1, 2, 3, 4, 110 ഉണ്ടെങ്കിൽ 5, 111 ഉണ്ടെങ്കിൽ 6, 112 ഉണ്ടെങ്കിൽ 7 എഴുതുമോ? ഇല്ല. 7ന്റെ സ്ഥാനത്ത് നമ്മൾ 0. 113 ഉണ്ടെങ്കിൽ വീണ്ടും 1. അങ്ങനെയാണ് പോവുക. 1, 2, 3, 4, 5, 6 എന്നിട്ട് വീണ്ടും 0 ആവും. പിന്നീട് വീണ്ടും 1, 2, 3, 4, 5, 6. ഓക്കെ, ആ ഒരു രീതിയിലാണ് റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടം പോകുന്നത്. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ നമ്പേഴ്സിനെയും എടുത്ത് 7 കൊണ്ട് ഹരിച്ച് റിമൈൻഡർ അഥവാ ശിഷ്ടം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയില്ലേ? എന്താണ് ട്രിക്ക് എന്ന് ക്ലിയർ ആയില്ലേ? ഇപ്പൊ ഇവിടെ 3 കൊണ്ട് ഗുണിക്കുന്ന സമയത്തുള്ള റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ഈ 3ന്റെ സ്ഥാനത്ത് നമ്മൾ 0 ഇട്ട് കൊടുക്കും. എന്നിട്ട് വീണ്ടും 1, 2 എന്ന് പറയും തുടങ്ങും. 3ന്റെ സ്ഥാനത്ത് വീണ്ടും 0 ഇടും. 1, 2, 3ന്റെ സ്ഥാനത്ത് വീണ്ടും 0 ഇടും. ആ ഒരു രീതിയിലാണ് റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങൾ പോവുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്പർ എന്ത് ചെയ്യണം? ആ നമ്പർ കൊണ്ട് ഹരിച്ച് റിമൈൻഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ 100നെ 7 കൊണ്ട് ഹരിച്ച് റിമൈൻഡർ 2 ആണെന്ന് കണ്ടുപിടിച്ചതുപോലെ ആദ്യത്തെ നമ്പറിനെ ഹരിച്ച് കണ്ടുപിടിക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക? സാധാ നമ്മുടെ എണ്ണൽ സംഖ്യകൾ എഴുതിപ്പോയാൽ മതി. ഓക്കെ, ക്ലിയർ ആയില്ലേ? എന്താണ് ട്രിക്ക് എന്ന് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? നമ്പേഴ്സുകളും കിട്ടി. ആ നമ്പേഴ്സുകളെ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് കിട്ടുന്ന റിമൈൻഡേഴ്സും കിട്ടി. നമുക്ക് ഇവിടെ എഴുതേണ്ടത് എന്താണ്? ഒരു നമ്പറിനെ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ 3 അഥവാ ശിഷ്ടം 3 കിട്ടുന്ന നമ്പേഴ്സിന്റെ സീക്വൻസുകളാണ്. അപ്പൊ ഇവിടെ ഏതിനൊക്കെയാണ് ശിഷ്ടം 3 കിട്ടുന്നത്? ഒന്നാമത് 101-ന്,
രണ്ടാമത്തെ നമ്പർ ഏതാണ്? 108. ഓക്കെ, മൂന്നാമത്തെ നമ്പർ ഏതാണ്? 114 2ആണ്, 115. ഓക്കെ, അപ്പൊ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എഴുതിക്കൂടെ? 101, 108, 115 എക്സെട്ര. ഇതാണ് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ്. എന്താണ് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകത? ഇതിലെ എല്ലാ നമ്പേഴ്സിനെയും 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങൾ എത്രയാണ്? 3 ആണ്. ഓക്കെ, ഇനി രണ്ടാമതൊരു ചോദ്യം കൂടെ അവിടെ വന്നിട്ടുണ്ട്. വിച്ച് ഈസ് ദ ലാസ്റ്റ് ടേം ഓഫ് ദി സീക്വൻസ്? ഈ ശ്രേണിയിലെ അവസാന പദം ഏതാണ്? ഓക്കെ, നമുക്കറിയാം 3 ഡിജിറ്റ് നമ്പേഴ്സ് അഥവാ മൂന്നക്ക സംഖ്യകളിലെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 999, 999 ആണ്. അതിന്റെ മുൻപായിട്ട് 998 വരും, 997, 996, 995. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഈ നമ്പേഴ്സുകളിൽ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 3 റിമൈൻഡർ കിട്ടുന്ന സംഖ്യ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 999നെ 7 കൊണ്ട് ഹരിക്കാം. 9ൽ എത്ര 7 ഉണ്ട്? 1. 1 × 7 7. 9ൽ നിന്നും 7 പോയാൽ 2. 9 ഇറക്കി എഴുതി. 29ൽ എത്ര 7 ഉണ്ട്? 4. 4 ഗുണിക്കണം 7 28. 29ൽ നിന്നും 28 പോയാൽ 1. ഇവിടെ ഒരു 9 കൂടെ ഇറക്കി എഴുതാനില്ല, 9 കൂടെ ഇറക്കി എഴുതുന്നു. 19ൽ എത്ര 7 ഉണ്ട്? 2. 2 ഗുണിക്കണം 7 14. 19ൽ നിന്നും 14 പോയാൽ എത്രയാണ്? 5. ഓക്കെ, അതായത് 999നെ 7 കൊണ്ട് ഹരിച്ച സമയത്ത് നമുക്ക് കിട്ടിയ റിമൈൻഡർ 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രിക്ക് പ്രകാരം ഇതിന്റെ തൊട്ടു പിന്നിലുള്ള നമ്പറിനെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയായിരിക്കും? 4. അതിന്റെ തൊട്ടു പിന്നിലുള്ളതിനെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 3. അതിന്റെ തൊട്ടു പിന്നിലുള്ള നമ്പറിനെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 2. അതിന്റെ തൊട്ടു മുന്നേ ഉള്ള നമ്പറിനെ ആണെങ്കിലോ 1. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 3 റിമൈൻഡർ കിട്ടുന്ന ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാ? 997. അപ്പൊ ലാസ്റ്റ് ടേം ഏതാണ്? 997 ആണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Read the following, understand the mathematical concepts in it and answer the questions that follow. ചുവടെ കൊടുത്തിരിക്കുന്ന ഗണിതാശയം വായിക്കുക. ആശയങ്ങൾ മനസ്സിലാക്കിയ ശേഷം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ നമുക്കൊരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് തന്നിട്ടുണ്ടാകും. അത് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, ഈ ചോദ്യം അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായത് കൊണ്ടാണ് ഈ പാഠത്തിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് എന്ന് നോക്കിയാലോ? The reminders obtained on dividing the powers of 2 by 7 have an interesting property. എന്താണ് പറയുന്നത്? 2ന്റെ കൃതികളെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങൾക്ക് ഒരു പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഈ അടിയിൽ കൊടുത്തിട്ടുള്ള ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. എന്താണ്? നമ്പേഴ്സ് ആയിട്ട് 2^1, 2^2, 2^3, 2^4, 2^5, 2^6, 2^7 എക്സെട്ര എന്നിവയാണ് തന്നിട്ടുള്ളത്. ഇവയെ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് കിട്ടുന്ന റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങളാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണ് വന്നിട്ടുള്ളത്? 2, 4, 1. വീണ്ടും റിപ്പീറ്റഡ് 2, 4, 1. വീണ്ടും 2, 4, 1. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ഓക്കെ, 2, 4, 1 എന്നത് റിപ്പീറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇഫ് ദ പവേഴ്സ് ആർ 1, 4, 7, അതായത് 2ന്റെ കൃതികൾ 1, 4, 7 എന്നിവയാവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാ? 2. ഇനി 2ന്റെ പവേഴ്സ് അഥവാ കൃതികൾ 3, 6, 9 എന്നിവയാവുന്ന സമയത്ത് റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടം എത്രയാണ് കിട്ടുന്നത്? 1. ഓക്കെ, ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് 2^8 by 7? അതായത് 2^7 വരെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി 2^8 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ, അതായത് 2^8നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയായിരിക്കും? ഇവിടെ നോക്കിയാൽ 2, 4, 1, 2, 4, 1, 2. അപ്പൊ അടുത്തത് എന്തായിരിക്കും? 4. ഇനി അടുത്ത നമ്പർ ഉണ്ടെങ്കിൽ 1, 2, 4, 1. ഇത് ഇങ്ങനെയാണ് റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടം റിപ്പീറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ 2^8നെ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 4. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ്? 4. ഇനി രണ്ടാമത്തെ ചോദ്യം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2
ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 7. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്ന രണ്ടിന്റെ കൃതികളുടെ ശ്രേണി എഴുതുക. അതിവിടെ നമുക്ക് തന്നിട്ടുണ്ട്. 3, 6, 9 ഒക്കെയാണ് പവേഴ്സ് അഥവാ കൃതികളെങ്കിൽ റിമൈൻഡർ 1 ആയിരിക്കും എന്ന് നമുക്ക് ഇവിടെ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സീക്വൻസ് എന്താ എഴുതാം? 3, 6, 9 എക്സെട്ര. ഇവയാണ് 3, 6, 9 എക്സെട്ര. ഇവ രണ്ടിന്റെ പവേഴ്സ് ആവുന്ന സമയത്താണ് 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം 1 കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ചെക്ക് വെദർ 2019 ഈസ് എ ടേം ഓഫ് ദ സീക്വൻസ് 3, 6, 9 എക്സെട്ര. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഒരു ടേം ആണോ 2019 എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, 3, 6, 9 എക്സെട്ര. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഒരു ടേം ആണോ 2019 എന്നാണ് ചോദ്യം. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിലെ ഒരു തിയറം ഉപയോഗിച്ചാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക. ഏതാണ് ആ തിയറം? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ എല്ലാ ടേംസിനെയും അഥവാ എല്ലാ പദങ്ങളെയും ആ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങൾ തുല്യമായിരിക്കും. അപ്പൊ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. അതായത് രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചാൽ മതി. 6ൽ നിന്നും 3 പോയാൽ എത്രയാണ്? 3. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തെയും ഈ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടങ്ങൾ തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ 2019നെയും ഈ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഇതേ ശിഷ്ടമാണ് കിട്ടിയതെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2019 ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ടേം ആണ്. അല്ലെങ്കിലോ നമുക്ക് മറ്റേതെങ്കിലും റിമൈൻഡേഴ്സ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2019 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം അല്ല. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും ഒരു പദത്തിനെ ഹരിക്കണം. എന്നിട്ട് റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ് കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ടേം തന്നെ എടുക്കാം. ആദ്യത്തെ ടേമിന് നമ്മൾ കോമൺ ഡിഫറൻസ് ആയ 3 കൊണ്ട് ഹരിക്കുന്നു. 3ൽ എത്ര 3 ഉണ്ട്? 1. 1 ഗുണിക്കണം 3, 3. 3ൽ നിന്നും 3 പോയാൽ 0. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ 3നെയോ 6നെയോ 9നെയോ ഒക്കെ നമ്മുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്ക് 2019 കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിച്ചു നോക്കാം. എന്നിട്ട് റിമൈൻഡർ 0 ആണ് കിട്ടിയതെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2019 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണ്. 0 അല്ല കിട്ടിയതെങ്കിലോ മറ്റേതെങ്കിലും നമ്പർ ആണ് റിമൈൻഡർ അഥവാ ശിഷ്ടമായി കിട്ടിയതെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2019 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ 2019 ഹരിക്കണം 3 ചെയ്തു നോക്കാം. 2ൽ 3 ഉണ്ടോ? ഇല്ല. 20ൽ എത്ര 3 ഉണ്ട്? 6. 6 ഗുണിക്കണം 3, 18. 20ൽ നിന്നും 18 പോയാൽ റിമൈൻഡർ 2. 1 ഇറക്കി എഴുതുന്നു. 21ൽ എത്ര 3 ഉണ്ട്? 7. 7 ഗുണിക്കണം 3, 21. 21ൽ നിന്ന് 21 പോയാൽ 0. ഇനി ഇവിടെ നമുക്ക് 9 കൂടെ ഇറക്കി എഴുതാനുണ്ട്. 9 ഇറക്കി എഴുതി. 9ൽ എത്ര 3 ഉണ്ട്? 3. 3 ഗുണിക്കണം 3, 9. 9ൽ നിന്ന് 9 പോയാൽ 0. അതായത് 2019 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്രയാണ് റിമൈൻഡർ അഥവാ ശിഷ്ടം കിട്ടിയത്? 0 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2019 ഈസ് എ ടേം ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ്. 2019 എന്ന സംഖ്യ ഈ സമാന്തര ശ്രേണിയിലെ പദമാണ്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് 2 raised to 2019 by 7? 2 raised to 2019 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം 2019 എന്നത് ഈ ഒരു സീക്വൻസിലെ ടേം ആണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. 3, 6, 9 എക്സെട്ര. ഈ ഒരു സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? 3, 6, 9 എന്നിവ 2ന്റെ പവർ ആയിട്ട് വരുമ്പോൾ ആ സംഖ്യകളെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു സീക്വൻസിലെ ടേം ആണ് 2019 എങ്കിൽ 2 raised to 2019 7 കൊണ്ട് ഹരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 1. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദ ആൾജിബ്രായിക് ഫോം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 1, 4, 7 എക്സെട്ര. 1, 4, 7 എക്സെട്ര. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ എന്താ? dn plus
എഫ് മൈനസ് ഡി. ഇതിലെ ഡി എന്ന് പറയുന്നത് എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. അപ്പൊ നമുക്ക് ആദ്യം എഫ് കാണാം. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 1 ഇനി കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്താണ്? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം. 4ൽ നിന്ന് 1 പോയാൽ 3. ഇനി നമുക്ക് എല്ലാ ഡിന്റെ സ്ഥാനത്ത് 3 എന്നും എഫിന്റെ സ്ഥാനത്ത് 1 എന്നും ഇട്ട് കൊടുക്കാം. 3n plus 1 minus 3 equal to 3n plus 1ൽ നിന്ന് 3 പോയാൽ -2 equal to 3n minus 2. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എത്രയാണ്? അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം എന്താണ്? 3n minus 2 എന്നാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Write the algebraic form of the sequence 2 raised to 1, 2 raised to 4, 2 raised to 7, etc. ഓക്കെ, ഈ ഒരു സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കോമൺ ആയിട്ടുള്ളതാണ് 2. ഇനി ഇതിന്റെ പവേഴ്സ് അഥവാ കൃതികൾ 1, 4, 7, etc. ആണ്. 1, 4, 7, etc. ഇതിന്റെ ബീജഗണിത രൂപം 3n minus 2 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2ന്റെ പവർ ആയിട്ട് എന്ത് ചെയ്യാം? 3n minus 2 എന്ന് എഴുതാം. അതായത് ഈ ഒരു സീക്വൻസ് അഥവാ ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എന്താണ്? 2 raised to 3n minus 2 എന്നാണ്. ഇത്രയും ചോദ്യങ്ങളാണ് 2019 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ 2018 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.